നമസ്കാരം. സഹോദര സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് ഖമർ ഷെയ്ഖും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ജനിച്ച ഖമർ ഷെയ്ഖ് വിവാഹശേഷം ഇന്ത്യയിലേക്ക് കുടിയേറി. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ഓരോ രക്ഷാബന്ധൻ ദിനത്തിലും അവർ മോദിക്ക് രാഖി കെട്ടാൻ എത്തുന്നുണ്ട്. രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായ ഈ ബന്ധം ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഒരു ഉദാഹരണമായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് RSS പ്രവർത്തകനായിരുന്ന കാലം മുതൽക്കേ ഇവർ അദ്ദേഹത്തിന് രാഖി കെട്ടിയിരുന്നു. ഈ ബന്ധം നരേന്ദ്രമോദിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുകയാണ്. എപ്പോഴും രക്ഷാബന്ധൻ ദിവസത്തിലും അതിനു മുൻപും ഒക്കെ ഈ ബന്ധം ചർച്ചയാകാറുണ്ട്. ഇപ്പോൾ ഇതാ വർഷങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഖി കെട്ടുന്ന അഹമ്മദാബാദിലെ ഖമർ ഷെയ്ഖും മോദിയെക്കുറിച്ച് ചില തുറന്നുപറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ്. താൻ മോദിക്കായി പ്രാർത്ഥിക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത്. താൻ ആദ്യമായി നരേന്ദ്രമോദിയെ കണ്ടുമുട്ടിയതും അദ്ദേഹത്തിന്റെ രാഖി കെട്ടിയതും എങ്ങനെയെന്നും അവർ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. രാഖി കെട്ടുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചതായും പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചതായും ഖമർ മൊയ്സിൻ ഷെയ്ഖ് പറഞ്ഞു. ആദ്യമായി അദ്ദേഹത്തിന് രാഖി കെട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭയ്യ, നിങ്ങൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സംഘത്തിലെ എന്റെ ജോലിയിൽ ഞാൻ സന്തുഷ്ടനാണ്. ഈ ജോലി എനിക്ക് നല്ലതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ദില്ലിയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അവിടെ പോയി രാഖി കെട്ടുമായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നു. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം ഞാൻ അദ്ദേഹത്തിന് രാഖി കെട്ടാൻ പോയപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് ഞാൻ ഇനി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണമെന്ന്. എനിക്ക് സഹോദരനോ സഹോദരിയോ ഇല്ലായിരുന്നു. അതിനാൽ അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കാറുണ്ടായിരുന്നു. അത് വളരെ നല്ലതായി തോന്നി. അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹം എന്നെ വിളിച്ച് ഈ പ്രാർത്ഥനയും സ്വീകരിച്ചു. ഇനി നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും? ലോകം മുഴുവൻ ഭരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അതും സംഭവിച്ചു. ഇന്ത്യ എല്ലായിടത്തും എല്ലാ കോണിലും പ്രശസ്തി നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം മൂലമാണ് അത് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ പരിശ്രമം മൂലമാണ് അത് സംഭവിച്ചത്. എനിക്ക് അത് ഒരു പങ്കുമില്ല. പക്ഷെ എന്റെ പ്രാർത്ഥനകൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്നും അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്നും ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.